ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ ചിക്കൻ കറിയാണ്. ഇതിന് ഉള്ളി തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇപ്പോൾ ഞാനൊരു 6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 പച്ചമുളക് ആവശ്യത്തിനുള്ള എരിവ് ഉണ്ടാവും കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില പുതിന രണ്ടും കൂടെ 2 പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ ആദ്യം. അപ്പോൾ ഇതാ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈര് വേണം ഇട്ട് കൊടുക്കാൻ. ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാൻ. അപ്പോൾ ഇതാ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തത്. ഇത് മുഴുവനായിട്ട് നെയ്യിൽ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കിട്ടണേ. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തത്. കറിയുടെ വലുപ്പത്തിലുള്ള പീസുകളാക്കി എടുത്തതാണ്. ഇനി 2 മിനിറ്റ് ഒന്ന് തീ കൂട്ടി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ തീ ഒന്ന് കുറച്ചിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ 5 മിനിറ്റിന് ശേഷം ചിക്കനിലെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഗ്രീൻ മസാല ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ വേവാൻ വേണ്ടി വെച്ച് കൊടുക്കട്ടെ. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടെ വറ്റിച്ചെടുക്കട്ടോ. ഇത് കുറച്ചൊരു തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടെ നമുക്ക് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം വരെ വെച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാട് ലൂസായി പോകരുതേ കറി. ഈ ഒരു കട്ടി വേണം കേട്ടോ കറിക്ക്. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.